ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ ബഷീർ എന്നാണ്. സോ നമ്മുടെ ചാനലിൽ ലേണിഫൈ SSLC എന്നുള്ള ഭാഗത്തിന് ഞാൻ ജസ്റ്റ് എന്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേണിഫൈ അക്കാഡമി എന്ന് ഞാൻ ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ, എന്തോ ആട്ടെ. സോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ഒന്നാമത് ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ചാപ്റ്ററിന്റെ പേര് എന്താ? നിങ്ങൾ കണ്ണും കൂട്ടി പറയും. സെറ്റ്സ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. സോ സെറ്റ്സ് എന്നാണ് നമ്മുടെ ആദ്യ ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ എന്താണ് റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ട്, നമ്മളോട് പറയും കടയിൽ പോയിട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഷുപ്പ്, പഞ്ചസാര, തക്കാളി, ചെറിയ ഉള്ളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് പറയും. അതിനൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ടല്ലേ തരിക. അതിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ഏതൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് തരും അല്ലേ? അതാണ് നമ്മൾ റിയൽ ലൈഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാനിപ്പോ ഒരു ലെറ്റേഴ്സ് ABCD ഈ ഒരു കാര്യമാണ് വിചാരിക്കുക. അത് ഞാൻ പറയാം. A എന്ന് പറയുമ്പോൾ അമ്മയാണെന്ന് കരുതുക. അമ്മ തരുന്ന ലിസ്റ്റാണ്. സോ അമ്മ തരുന്ന ലിസ്റ്റിനെ ആണ് A അമ്മ തന്നിട്ടുള്ള ലിസ്റ്റാണ്. ഇത് നമ്മൾ ഒരിക്കലും കേർലി ബ്രാക്കറ്റ് എന്ന സെറ്റിനെ സെറ്റപ്പോൾ എന്നൊക്കെ പറയില്ല, സെറ്റ് ചെയ്യാൻ പിന്നെ കുറച്ച് സ്പേസ് ഇടുക. ഓക്കെ, ഇതാണ് നമ്മൾ സെറ്റിന്റെ ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പേരിടണം. ശ്രദ്ധിക്കണം, പേരിടുക. ഈ സെറ്റിന്റെ ഒരു പേരിടുമ്പോൾ നിർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമല്ല, മറന്നു പോകാതിരിക്കാനുള്ള ഒരു കാര്യമാണിത്. നമ്മളൊരു സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം തുടങ്ങേണ്ടത്. മറന്നു പോകേണ്ട, സ്മോൾ ലെറ്ററിൽ കൊണ്ട് എഴുതേണ്ട, തെറ്റ് ഇട്ട് തരും. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലാണ് എന്താണോ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് വാങ്ങാൻ. ഉദാഹരണത്തിന് ഞാൻ എവിടെയാണ് 1, 2, 3, 4, 5 ഇതൊരു സെറ്റ് അല്ലേ? ഇതെല്ലാവർക്കും വെൽ ഡിഫൈൻഡ്. അതിന് സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എലമെന്റ് എന്തോ ആട്ടെ. അതായത് എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, 2025 ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു പ്യുവർ ആയിട്ടല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണോ? അല്ല. കാരണം അതാ, നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ആ ഒരു കാര്യം ഒന്ന് മാനേജ് ചെയ്യണം വേണം. അതൊക്കെയാണ് നമ്മുടെ സെറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്താണ് ചെയ്യേണ്ടത്? സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. സെറ്റ് നിർമ്മിക്കുമ്പോൾ അതിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ്, മറക്കരുത്. ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യാം? സെറ്റിനെ നിർമ്മിക്കാം. കാര്യം കത്തിയുണ്ടായിരുന്നു. ഇത്രയും ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നതിൽ കുറച്ചുകൂടെ ആയത്തിൽ നമുക്ക് നോക്കാം. സോ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു സെറ്റ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്ന 2 തരം സെറ്റുകളാണ്. 2 തരം മേക്ക് ചെയ്യാനുള്ള 2 തരം സെറ്റുകളാണ്. അതിലെ ഒന്നാമത്തെ സെറ്റ് ഏതാണ്? രണ്ടാമത്തെ സെറ്റ് ഏതാണ്? അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 2 തരം സെറ്റുകളാണ് പഠിക്കുക. അതിൽ ഒന്നാമത്തേത് ഏതാണ്? റോസ്റ്റർ അല്ലെ? കേട്ടിട്ടുണ്ടാവും. റോസ്റ്റർ ഫോമിലാണ് നമ്മൾ ഇത് സെറ്റുകൾ നിർമ്മിക്കാൻ നമ്മൾ 2 ഫോമാണ്. അതിലൊന്ന് റോസ്റ്റർ ഫോം, മറ്റൊന്ന് സെറ്റ് ബിൽഡർ ഫോമിലൂടെയാണ് നമ്മൾ ഈ ഒരു 2 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യാം. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയല്ല, ആ ഒരു ബേസിക്സ് നിങ്ങൾക്ക് കിട്ടിയതാണ് ഏതാണ്? സെറ്റ് നിർമ്മിക്കുക അല്ലെങ്കിൽ സെറ്റ് മേക്ക് ചെയ്യുന്ന 2 ഫോം രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തത് റോസ്റ്റർ ഫോമാണ്, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോമാണ്. കിട്ടി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള എന്താണ്? റോസ്റ്റർ ഫോമാണ്. അപ്പൊ നോക്കാം, റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താ പറയുക? റോസ്റ്റർ ഫോം എന്ത് പറയും? ഓക്കെ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എലമെന്റ്സിനെ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റിന്റെ നമ്മൾ ഇതിനുള്ളിൽ ഇതാണല്ലോ എലമെന്റിന്റെ ടാഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റിന്റെ ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിലുള്ളതാണല്ലോ നമ്മുടെ എലമെന്റ്സ്. ആ എലമെന്റ്സിലൊക്കെ നമ്മൾ നിരത്തി എഴുതുക. ഒരു ദയിലാണ് നിരത്തിയായിട്ട്, നമ്മൾ ഒന്നും ഷോർട്ട് ആക്കിയില്ല. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, കടയിലേക്ക് പറഞ്ഞു നിങ്ങളെ മമ്മിയോ ഡാഡിയോ അറിയാണ്ട് ഒരു 10 കോഴിമുട്ട നിങ്ങൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കോഴിമുട്ട എഗ് ഇങ്ങനെ 10 എഴുതുകയാണ് ചെയ്യാം.
ഇല്ല. സോ എഗ് ഈസ് ഈക്വൽ ടു 10. അങ്ങനെയല്ലേ നിങ്ങൾ എഴുതുക. ആ ഒരു മെത്തേഡിൽ എഗ് 10 ട്രൈ ചെയ്യുന്ന മെത്തേഡ് ആണ് റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ എന്നാലോ അത് ഷോർട്ട് ആക്കി എഴുതുക. അതായത് സെറ്റ് ബിൽഡറിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ കോമ (6). ഇതൊരു പ്യൂർ ആയിട്ടും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ബിൽഡർ ആണ്. കാരണം എന്താ, ഇവിടെ നമ്മൾ ഷോർട്ട് ആക്കി 6 വരെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 6ൽ കുറവായിട്ടുള്ള ഒരു സെറ്റ് നിർമ്മിക്കുക, 6ലും കുറവായിട്ടുള്ള ഒരു സെറ്റ് നിർമ്മിക്കുക നാച്ചുറൽ നമ്പർ. അതൊക്കെ ഞാൻ ഓരോ പാർട്ടിലേക്ക് ഞാൻ പറയാം. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, എന്താണ് റോസ്റ്റർ ഫോം, എന്താണ് സെറ്റ് ബിൽഡർ. അപ്പൊ നിങ്ങൾ ചോദിക്കാം റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സാറേ എനിക്കറിയാം, എന്താ നിരത്തി അങ്ങ് എഴുതുക, എഗ് നിരത്തി അങ്ങ് എഴുതുക, അതാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാലോ, സെറ്റ് ബിൽഡർ എന്ന് പറയുമ്പോൾ എന്താ വലിയ കാര്യമില്ല. അതായത് നമ്മൾ മാക്സിമം നമ്മുടെ മടിയന്മാരാണ്. സെറ്റ് ബിൽഡർ മൊത്തം മടിയന്മാര്, റോസ്റ്റർ ഫോം നല്ല ആൾക്കാരാന്ന് പറയാം. അതായത് റോസ്റ്റർ ഫോം എന്ത് ചെയ്യാം, മെല്ലെ ഇത് എല്ലാത്തിനെയും റിപ്പീറ്റ് ചെയ്ത് മടിയില്ലാലോ. പക്ഷേ സെറ്റ് ബിൽഡർ അങ്ങനെയാണോ? അല്ല, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് ബിൽഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും, കാണുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തും. സോ ഞാനൊരു +1 സോ +1 CS ആണ് ഞാൻ എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ +1 CS ആണ്. സോ എന്തോ ആട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരുടെയും നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഇതേപോലെ ചെറിയൊരു പാർട്ടായിട്ട് നമ്മൾ എങ്ങനെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം എല്ലാവരുടെയും ഷെയർ ചെയ്യാൻ, അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതേപോലെ വാട്സ്ആപ്പ് ചാനലിലും നമ്മൾ നടത്തുന്നതിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് എല്ലാവിധ ലിങ്കുകളും കാണാം. വേഗം പോവാം, അതിലോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ എല്ലാവർക്കും ഗുഡ് ബൈ. സോ എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് നമ്മുടെ ചാനലിന് കൊടുക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതായത് ladify.app ladify@gmail.com എന്ന് പറഞ്ഞ ഇമെയിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ ഇതാണ് നമ്മൾ സെറ്റ് ബിൽഡറിലെ +1 ഒന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരും ഷെയർ കിട്ടും. താങ്ക് യു.